ഹലോ. അങ്ങനെ ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബാംഗ്ലൂരെ വിശേഷങ്ങളാണ് ഇപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ബാംഗ്ലൂരെത്തി. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അടുത്ത റൂമൊന്നും ശരിയായില്ല. അങ്ങനെ തപ്പിപ്പിടിച്ച് വീണ്ടും ഒരു റൂം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബാംഗ്ലൂരെത്തിയിട്ട് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ അന്നാണ് പൊന്നുവിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ പോകാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അഡ്മിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കോളേജ് ഒന്ന് ചുറ്റിക്കറങ്ങാൻ വിചാരിച്ചിട്ട് ഒന്ന് കറങ്ങി നടക്കുവാണ്. അപ്പോൾ വലിയൊരു ഏരിയ ആണ്. നമ്മൾ ചുമ്മാ ഒന്ന് നടന്ന് കാണാം. ഇനി ഇവളെ തട്ടകം ഇതാണല്ലോ. കാരണം അവൾക്ക് ബാംഗ്ലൂരാണ് അഡ്മിഷൻ ശരിയാവുന്നുണ്ടെങ്കിൽ ക്രൈസ്റ്റിൽ തന്നെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ക്രൈസ്റ്റിൽ തന്നെ അഡ്മിഷൻ ശരിയായി. ഇതിൽ ഇനി ഒരാഴ്ചക്കുള്ളിൽ ക്ലാസ് തുടങ്ങും. അപ്പോൾ അങ്ങനെ അവളെ ഹോസ്റ്റലിലാക്കാനും കോളേജിൽ അഡ്മിഷൻ എടുക്കാനും എല്ലാം വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബാംഗ്ലൂർ ട്രിപ്പ് തന്നെ വന്നത്. അപ്പോൾ വന്നതിൻ്റെ ആദ്യ ദിവസം അഡ്മിഷൻ കഴിഞ്ഞു. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതായി. അപ്പോൾ നമ്മൾ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കൊന്ന് കോളേജൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ ഇനി ഇവിടെ ഹോസ്റ്റലൊന്ന് ശരിയാക്കണം. അപ്പോൾ കോളേജ് ഹോസ്റ്റലിൽ കിട്ടിയില്ല. അപ്പോൾ പുറത്തേക്കുള്ള PG ഒക്കെ നോക്കേണ്ട തയ്യാറെടുപ്പിൽ നമ്മൾ കോളേജിൻ്റെ ഉള്ളിൽ കൂടി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുവാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. കോളേജൊക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്. പിന്നെ കുറച്ച് പരിചയമുള്ള ഫ്രണ്ട്സിനൊക്കെ അവിടെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം പിന്നെ ഞങ്ങൾ പോയത് ഇവിടെ ഹോസ്റ്റൽ ഒന്ന് നോക്കി. ഏതാണ് റൂമൊക്കെ, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട റൂമൊക്കെ എടുക്കാനായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കയറിയ ഹോസ്റ്റലിൽ ഇതേപോലെ ജിമ്മും സൗകര്യങ്ങളും അതുപോലെ അവർക്ക് എന്തോ തിയേറ്റർ റൂമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കാണിച്ചു തരുന്നതായിരുന്നു. സ്വിമ്മിംഗ് പൂള്, തിയേറ്റർ റൂം, അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിനെക്കാട്ടിയൊക്കെ മെയിൻ ഇവർക്ക് റൂം ഇഷ്ടപ്പെടുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞങ്ങൾ കയറിയിട്ട് റൂമും കാര്യങ്ങളൊക്കെ, മെയിനായിട്ട് ബാത്റൂം കാര്യങ്ങൾ അതൊക്കെയാണ് മെയിൻ. റൂം കുറച്ച് ചെറുതായാലും കുഴപ്പമില്ല, ബാത്റൂം ഇച്ചിരി നല്ലതായിരിക്കണം എന്നൊക്കെയുള്ള കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ 2 ഷെയറിങ് റൂമാണ് നോക്കുന്നത്. അങ്ങനെ ഒത്തിരി റൂമൊക്കെ കണ്ടു. അതിലൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ട് അത് നമ്മൾ ഇവിടെ തന്നെ ഫിക്സ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വന്ന മെയിൻ 2 കാര്യങ്ങൾ ഏകദേശം ഫിക്സാക്കി. കോളേജ് അഡ്മിഷനും ശരിയായി, നമ്മളെ ഹോസ്റ്റലും റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ദിവസം ബാംഗ്ലൂരുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് കറങ്ങിയിട്ടൊക്കെ ഇനി കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ. അപ്പോൾ പിന്നെ അഡ്മിഷനും കാര്യങ്ങളും അതേപോലെ ഹോസ്റ്റലും എല്ലാം റെഡിയായതിന് ശേഷം വൈകുന്നേരം വന്നിട്ട് ഇനി ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങാം, ഒന്ന് ചുറ്റിക്കറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങുവാണ്. എങ്ങോട്ടാണ് പോകേണ്ടത് എന്താണെന്നൊരു ഐഡിയയും ഇല്ല. എന്നാലും താമസിക്കുന്നതിനടുത്തുള്ള ഇതൊന്ന് ഇറങ്ങി നമുക്കൊന്ന് പോയി നോക്കാം. ഉച്ചക്കത്തെ ഫുഡ് നമുക്ക് ഹോസ്റ്റലിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം അവർ പറഞ്ഞു, നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റൂം ബുക്ക് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഉച്ചക്ക് അവിടെ തന്നെ കഴിച്ചാൽ നല്ല ഫുഡായിരുന്നു. വെജിറ്റേറിയൻ ഫുഡാണ്, എന്നാലും നല്ലതായിരുന്നു. ധൈര്യത്തിൽ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ വന്നിട്ടുള്ള മെയിൻ പ്രശ്നം ഇതാണ്, മനസ്സ് തൃപ്തിയായിട്ട് ഇവിടുന്ന് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ഹോട്ടലും സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ ചോദിച്ചിട്ട് അങ്ങനെ ഈവനിങ് ഇറങ്ങിയതാണ്. ഇവിടെയുള്ള മെയിൻ പ്രശ്നം ഈ റോഡ് ക്രോസ് ചെയ്യുക എന്നുള്ളതാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഒന്നിക്കൊരു സീബ്ര ക്രോസിങ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഞങ്ങൾ നിൽക്കുന്ന ആ ഭാഗത്തൊന്നും കണ്ടില്ല. പക്ഷെ ഉണ്ടെങ്കിൽ തന്നെ അവിടെയൊന്നും വണ്ടി നിർത്തിത്തരുന്നുമില്ല. അപ്പോൾ നമ്മൾ ഉള്ള ഗ്യാപ്പ് കിട്ടി കയ്യും പിടിച്ച് ഓടൽ ഒരു പരിപാടിയായിരുന്നു. വിനോദത്തിന് ഭയങ്കര ടാസ്ക്കായിരുന്നു. നമ്മൾ 3 റോഡ് കടത്തി അപ്പുറത്തേക്കുക എന്നുള്ളത്. നമ്മളിങ്ങനെ നടന്നു പോകുന്നത് മാത്രമേ ഈ വീഡിയോയിലുണ്ടാവും. നമ്മളിങ്ങനെ നടക്കുന്നത് മാത്രമേ ഈ വീഡിയോയിലുണ്ടാവും. ഒരു ഫുഡ് നോക്കി നടക്കുന്ന നമ്മൾ ചൈനീസാ. ഞാൻ അടുത്ത അംഗം വണ്ടി കാണുമ്പോൾ പിന്നെ നിൽക്കുകയാണ്. വണ്ടിയുടെ മുകളിൽ കയറി പോവില്ല. പിന്നെ ഈ വണ്ടി കയറുമ്പോൾ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് രവി? നമ്മളെ കയറ്റു. ഇവിടെയുണ്ട് ഫാൻസി പോലത്തെ ഷോപ്പെല്ലാം. നമ്മൾ ഇവിടത്തേക്കാ പോവാം. ഈ മാളെ ഇനി രക്ഷയുണ്ടാവും തോന്നുന്നു. നമുക്ക് സൂപ്പർ മാർക്കറ്റില്ലാതെ ഈ മാളെ നമുക്ക് രക്ഷയുണ്ടാവും തോന്നുന്നു. അങ്ങനെ കുറേ നടന്ന് നമ്മൾ അവസാനം ഒരു മനസ്സിൽ പിടിച്ചൊരു റെസ്റ്റോറൻറ്റ് കണ്ടെത്തി കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് എന്ത് കഴിക്കണം എന്നല്ലേ ഞാൻ എന്നും വന്നത് മുതൽ
എന്താ പറയണ്ടേ, പുറത്തുനിന്ന് കഴിച്ചതൊക്കെ മസാല ദോശ തന്നെ. അങ്ങനെ വീണ്ടും ഞാൻ മസാല ദോശക്ക് തന്നെ ഓർഡർ കൊടുത്തു. ഇവരുണ്ടാകും പാനിപ്പൂരിയോ അങ്ങനെ എന്തോ മതിയെന്ന് പറഞ്ഞിട്ട് അത് നാട്ടിൽ മസാല ദോശ തന്നെയായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി ഇനി ഇവിടെ നിന്ന് അടുത്ത നേരത്തെ കണ്ട മാളിലേക്ക് ലക്ഷ്യം വെച്ച് പോവുകയാണ്. ഇതാന്ന് ഇടിയില്ല മാളല്ലേ, ഇല്ല അന്ന് വന്നാൽ പിടിച്ചിട്ടില്ല, നമ്മൾ തിരക്കിട്ട് പോകുമല്ലോ ഇതിന്. ഇനി ഇതിനുള്ളിൽ കയറിയിട്ട് കുറച്ച് അംഗം പൊട്ടിയിട്ട് വരാം. मलमल बिस्मोडाल मसलिन शिफॉन सब आ जाएगा, मिरर वर्क भी आएगा, प्रिंटेड वाला शॉर्ट टॉप चाहिए वो भी आएगा सर। ഞാൻ വരുന്നത് ഇതൊന്ന് നോക്കിയിട്ട് വരുന്നു. എഴുപത്തൊമ്പതെന്നെല്ലാം പറയുമ്പോൾ എനിക്ക് ഭയങ്കര റുപ്പീസ് ഭയങ്കരമായിട്ട് തോന്നുന്നു. 5 ദിർഹംസ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര തോന്നുന്നില്ല. ഇങ്ങനെ പറയുന്ന പോലെ തോന്നുന്നു. 79 രൂപക്കാ സമൂസ എന്ന് പറയുമ്പോൾ ഞാൻ എടുത്ത ഓളെല്ലാം നോക്കാം. ബർഗറിൻ്റെ പൈസ 2000. എന്നാ ഞാൻ ക്യാമറ പിടിക്കുന്നതിന് മുന്നിലൂട്ടി ഇങ്ങനെ പായി. നിങ്ങൾ ഡേ 3 അല്ലേ? ഡേ 3 അല്ലേ? ഹലോ തൈക്ക് അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരെത്തിയിട്ട് 3-ാമത്തെ ദിവസം. അപ്പോൾ ഇന്ന് ചെറിയൊരാവശ്യത്തിന് വീണ്ടും യൂണിവേഴ്സിറ്റിയിൽ വരേണ്ട ആവശ്യം വന്നു. അപ്പോൾ അതിനു മുമ്പേ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി സ്ഥിരം അതാണ് ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറൻറ്റിന് നമ്മളിത് ഉറപ്പിച്ചു. അത്യാവശ്യം മോശമില്ലാത്തൊരു റെസ്റ്റോറൻറ്റാണ്. കാണാനൊക്കെ ചെറുതാണെങ്കിലും ഫുഡ് വലിയ തിരക്കേടില്ല. എന്താണ് പൈസയോ തുച്ഛം ഗുണമോ മേന്മാന്നോ ഇല്ലേ, അതുപോലെ മോശമില്ലാത്തൊരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ കോളേജിൽ കയറി നമ്മളെ ആവശ്യങ്ങളെല്ലാം നടത്തി അതിന് ശേഷം ഞങ്ങൾ ഇന്ന് കുറച്ച് ദൂരെ ഒന്ന് കറങ്ങാൻ പോകാൻ വിചാരിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ടാക്സി ബുക്ക് ചെയ്തു. ഊബർ ഉള്ളതുകൊണ്ട് ഇപ്പോൾ എളുപ്പമാണല്ലോ. ഇവിടെ നിന്ന് ബുക്ക് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് 5-10 മിനിറ്റിനുള്ളിൽ വണ്ടി എത്തും, പറഞ്ഞ ലൊക്കേഷനിൽ എത്തിക്കുമല്ലോ. അപ്പോൾ പിന്നെ പൈസക്കും ബാർഗെയിനും കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഓൾറെഡി പൈസ നമുക്കതിൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ കാണിക്കുന്നത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ലാണ്ട് നമ്മൾ അവിടെ നിന്ന് പിടിച്ച് ഒരു ഓട്ടോ പിടിക്കാൻ നോക്കിയാലും ഒരു 5 മിനിറ്റ് പോകേണ്ടതിന് അവർ 200 എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് യാത്രയൊക്കെ കുറച്ച് സുഖകരമായി പോകാൻ പറ്റും. ഊബറിൽ ബുക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ബാർഗെയിൻ ചെയ്യേണ്ടി വന്നില്ല ഡ്രൈവേഴ്സിനോട്, പറഞ്ഞ പൈസ ആദ്യമേ കാണിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ ലക്ഷ്യം ജയാനഗറാണ്. പൊന്നു ഇവിടുന്ന് പോകുമ്പം തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജയാനഗറിൽ ഡ്രസ്സിനൊക്കെ കുറച്ച് ചീപ്പാണ് അങ്ങനെയെന്നൊക്കെ കേട്ടതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇന്ന് എന്നാൽ പിന്നെ ജയാനഗറിലൊന്ന് പോയിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ. പൊന്നൂനവിടെ യൂണിഫോം വീക്ക്ലി 1 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാ ദിവസവും കുർത്തിയാണ് വേണ്ടത്. അപ്പോൾ പിന്നെ കുറച്ച് കുർത്തിയൊക്കെ വാങ്ങിക്കാം എന്നുള്ള ഇതിൽ അങ്ങനെ ഇറങ്ങിയതാണ് നമ്മൾ.
അപ്പോൾ നമ്മൾ ജയാനഗറിലേക്ക് പോകുമ്പം ഞങ്ങൾ താമസിച്ച ഏരിയയിൽ നിന്നും വളരെ വ്യത്യസ്തമായ റോഡും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇവിടെ ഇച്ചിരി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ എനിക്കൊന്ന് ബാംഗ്ലൂർ നല്ല പച്ചപ്പുള്ള ഏരിയ തന്നെയാണ് കൂടുതൽ. ഭയങ്കരമായിട്ട് ഗ്രീനറി നല്ല പോലെയുണ്ട്. പക്ഷേ ഇത് അതിലും നല്ലതായിട്ട് തോന്നി. കാരണം നല്ലൊരു ഏരിയ, വലിയ നമുക്കൊന്ന് ഈ ഭാഗത്താന്ന് തോന്നും വീടും അങ്ങനെയുള്ള അധികം വരുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ഏരിയ കുറേ എന്താ പറയണ്ട തിങ്ങി നിറഞ്ഞ ബിൽഡിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ളൊരു ഏരിയ, പബ്ബും ബാറും എല്ലാം ആയിട്ടുള്ളൊരു ഏരിയയാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായത്. ഈ ഭാഗത്ത് വന്നപ്പോൾ അങ്ങനെയല്ല തോന്നിയത്, കുറച്ച് നല്ല ഏരിയ ആയിട്ട് തോന്നി കാണുമ്പം. സൈലന്റ് റിയാക്ഷൻ. പുറത്തോട്ട് നോക്കാൻ തോന്നി. വീഡിയോ പിടിക്കരുതെന്നൊന്നും അല്ലല്ലോ, വാരിക്കൂട്ടിയിട്ട് ബസ്സല്ല. പക്ഷെ നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഏത് അല്ല മറ്റേ വീട്ടിൽ നിന്നെല്ലാം ഇടാൻ. പിന്നെ നൈറ്റിക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 250 ഉണ്ട്. വേണ്ട, നാട്ടിൽ 200 വേണ്ടത് എടുക്ക്. മറ്റേ സാധനം എൻ്റെ നന്നു അത് ആള് കാണിച്ച നിങ്ങളെ സഞ്ചിയും ഒരുമാതിരി നെസ്റ്റോന്ന് വന്നിട്ട് അങ്ങനെ ബൈ ബൈ ബൈ. $199 അല്ല, അടുത്തത് ഇതിന് മുകളിൽ 199 അല്ലേ? 15 ഏതായിരുന്നു? അടുത്തത് പോരട്ടെ. വെജ് ബിരിയാണി ഇത് 50 അല്ലേ പൊന്നു? ഇത് 50 അല്ലേ? അങ്ങനെയല്ല, ആ കണക്ക് ഇതല്ല. ഇത് എൻ്റെ മമ്മീൻ്റെയോ അല്ലെ ദീദിൻ്റെയോ 199. അടുത്തത് അതാ ഇതാണ് 250. ഇതാ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞല്ലേ? ബ്ലാക്ക് സ്റ്റോൺ അല്ല, ബ്ലാക്ക് മെറ്റൽ. അപ്പൊ ഇതെല്ലാം എനിക്ക് ഈ ക്ലിപ്പ് ഇഷ്ടമായിട്ടില്ല. ഇതിൻ്റെ ബ്ലാക്ക് എനിക്ക് ഇഷ്ടമായി, ഈ കളർ ഇഷ്ടമായിട്ടില്ല. എനിക്കെന്തോ ഇതിനെത്രയായിരുന്നു അവിടെ? 50 അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്ന് അടുത്തത് ഫുഡ് അടി പരിപാടിയാണ്. ഇന്ന് പിന്നെ റൂമിൽ നിന്ന് തന്നെ കഴിക്കാൻ വിചാരിച്ചു. ഓർഡർ ചെയ്തു. ഞാൻ വെജ് ബിരിയാണി പറഞ്ഞു, ഇവർ നൂഡിൽസ് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഫുഡ് അടിപരിപാടി. അത് കഴിഞ്ഞിട്ട് വേണം ഇനി നൈറ്റ് എന്തെന്ന് ആലോചിക്കാൻ. ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞ് പിന്നെ അധികം ലേറ്റായില്ല. നമ്മൾ വീണ്ടും ഒന്നും കൂടി ഇറങ്ങി. ഇന്നിനി വേറൊരു സൈഡല്ല, നമ്മൾ മുന്നേ പോയിട്ടുണ്ട് ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇന്ന് വേറൊരു വഴി പരതിയിട്ടൊരു പുതിയ വഴിയിലൂടെ പോകാമെന്ന്. അങ്ങനെ പക്ഷേ ഇത് ഇത്തിരി ദൂരമായിപ്പോയി. വരുന്ന വഴിയെല്ലാം ഭയങ്കര ഒരു എന്താ പറയണ്ടേ, ഞാൻ ക്യാമറയിൽ
എല്ലാം റെക്കോർഡ് ചെയ്യാൻ നോക്കിനി. പക്ഷേ വിനോദം എന്നെ പേടിപ്പിച്ചളഞ്ഞ്. കാരണം കുറച്ച് വീടും ചെറിയ അങ്ങനെ വീടൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇനി വീട് പിടിക്കുന്നതാണെങ്കിൽ എനിക്ക് തല്ല് കിട്ടണ്ട, അവരൊന്നും നോക്കാണ്ട് ചിലപ്പോൾ തല്ലിയേക്കുന്നെൻ പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി കളഞ്ഞു. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും അവിടെ നിന്നൊന്നും റെക്കോർഡ് ചെയ്തില്ല. ഇവിടെ എത്തുമ്പോൾ പിന്നെ ഏരിയ നോർമൽ നടക്കാനൊക്കെ ഉള്ള നല്ല സൗകര്യമുള്ള നല്ല ഇതുള്ള. മറ്റൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടക്കാനൊക്കെ. അപ്പോൾ അതിനെ നടക്കുന്ന ഞാൻ വീഡിയോ കൂടി പിടിക്കാൻ നിന്നാൽ എനിക്കും ഇച്ചിരി പണിയായിരുന്നു. കാരണം ചെറിയ റോഡും കാര്യങ്ങളെല്ലാം ആയിരുന്നു. അപ്പോൾ വിനോദം നമുക്ക് ഓരോ സ്ഥലം നമുക്ക് കണ്ണ് കാണാം ഏതിലൂടെ പോയാലും എങ്ങനെയെന്നൊക്കെ. പക്ഷേ ഇത് കുറച്ച് വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന പരിപാടി. ഇപ്പോൾ ഈ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, ഇത്രയും ദൂരം ഇല്ലായിരുന്നു നമ്മൾ അന്ന് വന്നപ്പോൾ. നമ്മൾ മറ്റേ സൈഡിലോട്ട് വന്നിട്ട് നമ്മൾ എപ്പോൾ പറയുന്ന നെക്സസ് മാൾ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടി കയറിയാൽ കുറച്ച് മുന്നോട്ട് നടന്നാൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആ സൂപ്പർ മാർക്കറ്റ് ലക്ഷ്യം വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ നടത്തം. കുറച്ച് സാധനങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനുണ്ട് ഇന്ന്. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി. സൂപ്പർ മാർക്കറ്റായിരുന്നില്ല കേട്ടോ, ഹൈപ്പർ മാർക്കറ്റായിരുന്നു. ഒരു സ്റ്റാർ ഹൈപ്പർ മാർക്കറ്റോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ മെയിനായിട്ട് നമ്മളെ ലക്ഷ്യം വെള്ളം വാങ്ങുക എന്നുള്ളതാണ്. 2 ബോട്ടിൽ വെള്ളം വാങ്ങിക്കണം. അതുപോലെ എന്തെങ്കിലും ചെറിയ കുറച്ച് സാധനങ്ങൾ, ഇരുന്ന് കുറിക്കാൻ പറ്റിയ സാധനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചെറിയ പർച്ചേസിങ്ങിനായിട്ടാണ് മെയിനായിട്ട് ഇവിടെ ഇറങ്ങിയത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ സ്റ്റുഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റുഡിയോയിൽ കൂടി ഒന്ന് കയറണം. ആദ്യം താഴെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ജ്യൂസ് കണ്ടപ്പോൾ പൊന്നുവിന് ജ്യൂസ് വേണം. അങ്ങനെ ജ്യൂസ് എടുത്തു. ഭയങ്കരക്ക് ചോക്ലേറ്റ്, അങ്ങനെ ചില്ലറ സാധനങ്ങളും എടുത്ത് നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക്. അപ്പോൾ സ്റ്റുഡിയോയിൽ വീഡിയോ റെക്കോർഡൊന്നും അലൗഡ് അല്ല. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ ഒന്നും പിടിച്ചില്ല. അങ്ങനെ നമ്മൾ ചെറിയ തോതിൽ സ്റ്റുഡിയോയിലും ഒരു പർച്ചേസിങ്ങൊക്കെ നടത്തി. പിന്നെ തിരിച്ച് റൂമിലേക്ക് നേരത്തെ പോലെ വളഞ്ഞ മൂക്ക് പിടിക്കേണ്ട, ഇപ്രാവശ്യം നേർക്ക് തന്നെ പോകാം എന്നാൽ പിന്നെ. കാരണം സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാം കൊണ്ടും കൂടുതൽ നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എളുപ്പ വഴിയിലൂടെ റൂമിലേക്ക് പോകേണ്ട പരിപാടിയാണ്. കണ്ടോ, നൈറ്റ് വ്യൂ നമ്മളധികം നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നൊന്നുമില്ല, ബാംഗ്ലൂരിൻ്റെ നൈറ്റ്. അപ്പോൾ നമ്മൾ പിന്നെ അധികം നൈറ്റ് ഇറങ്ങിയിട്ടില്ല വന്നിട്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ. ഇനിയിപ്പം പോയിട്ട് വാങ്ങിയ സാധനം കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. സ്റ്റുഡിയോയിൽ നിന്ന് എന്തൊക്കെ എടുത്തതെന്നൊക്കെ ഉള്ളത് അതും കൂടി കാണിച്ച് നൈറ്റ് ഫുഡും കഴിച്ച് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കും. പിന്നെ റൂമിലെത്തിയ പാട് തന്നെ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങൾ മത്സരിച്ച് കഴിക്കലായിരുന്നു പരിപാടി. ഞാൻ പിന്നെ പഴയ കഴിച്ചുള്ളൂ. കാരണം ഇവിടുന്ന് പോയതിന് ശേഷം പിന്നെ പഴമൊന്നും നമ്മൾ ഫ്രൂട്ട്സൊന്നും അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പഴം കഴിക്കുന്നതിലേക്കും ഇവർ ചിപ്സും അതൊക്കെ കഴിക്കുന്നതിലിടക്കൊക്കെ തിരിഞ്ഞു. അതിനിടയ്ക്ക് വിനോദൻ ചില പരീക്ഷണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ നോക്കിയാലോ. എന്തെല്ലാം കഷ്ടപ്പാടാണ്. അയ്യോ, ഇനി വരുമ്പം ഗ്ലാസ്സെല്ലാം വാങ്ങിയിട്ട് വന്നാൽ മതി. ഡിസ്പോസിബിൾ ഗ്ലാസ്, ഡിസ്പോസിബിൾ പ്ലേറ്റ്. ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും, അതൊന്നും ഇവിടെ അലൗഡ് ആയിരിക്കൂല. പക്ഷെ പേപ്പർ ഗ്ലാസ് ഉണ്ടാകണ്ടേ, അതും ഉണ്ടായിട്ടില്ലല്ലോ, തീർന്നിട്ട്. അല്ല, ആ ഷോപ്പിൽ തീർന്നിട്ടായിരിക്കും. ഞാനൊരു ഇങ്ങനെ ഇതാക്കിനി, ജ്യൂസായിട്ട് കുടിച്ചില്ല. എനിക്ക് ചായയാനും വേണ്ട. എനിക്ക് തണുപ്പ് കുടിച്ചിരുന്നു പറഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങി തരൂല, എന്നിട്ട് തണുത്ത ജ്യൂസ് വാങ്ങി തരും. അയ്യോ, ഇനി പോണ്ടേ അടുത്ത. ഇവിടെ ഓർഡർ ചെയ്ത സാധനം വരണ്ടല്ലേ. അപ്പോൾ ഞാൻ സ്റ്റുഡിയോ ഒന്ന് വാങ്ങിയ ടോപ്പെല്ലാം ഒന്ന് നോക്കട്ടെ. സ്റ്റുഡിയോ കളക്ഷൻ അതൊന്നല്ല. എത്ര വേണ്ടി? എങ്ങനെ അറിയാം? 499. ഓൺലി 499. ഓൺലി എത്ര തീർക്കാം? കുഞ്ഞിനെ കാൽക്കുലേറ്റ് ഇപ്പം പറയുന്നത് 499. ആ, എത്ര തീർക്കാം? 20 രൂപ. 15 10 dirham. 499. ആ മിൽക്കി വേക്ക് 80 ഫിൽസ് ചെയ്യുള്ളൂ. 21. നെക്സ്റ്റ് സ്ലീവ്ലെസ് ടോപ്പ്. നല്ല പ്രൈസ് ഇല്ല. ഞാനൊന്ന് ട്രൈ ചെയ്യാനാണ്. ഇപ്പൊ എന്റെ ജ്യൂസിന്റെ ഉള്ളിൽ കൈ ഇട്ടേനെ. മറ്റേ ഫ്രോക്ക് ടോപ്പ് ഈ റെഡിയിലെ പാൻറ്റിലിടണം, ജീൻസിലിടുന്നേ.
എത്രയാണ് ഇതിനെത്രയാണ് കസേര 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 299 299 ഞാൻ കണ്ടിരുന്നില്ല ഞാൻ പറഞ്ഞില്ല ഇനിയില്ലാന്ന് $499 $399 ഓക്കെ ശരി കാര്യമില്ലല്ലോ ഇതിന് 499 ആയിരിക്കും അമ്മീന ശരിക്കും കാണിക്കുന്നുണ്ടായില്ല 499 റെക്കോർഡ് ചെയ്തിട്ട് തലയും പാലിലെയും കഴിഞ്ഞ് കുറ്റവാളി കഴിഞ്ഞു മാത്രം ഒന്നും കൂടി ചെയ്താ പോരെ അത്രയേ ഉള്ളൂ. രാവിലെ ഉറങ്ങി എണീച്ചിട്ടും വീണ്ടും 9 മണി വരെ ഉറങ്ങിയിട്ടാണ് അവിടെ പോയിട്ട് വീണ്ടോ അതിനല്ലേ പരിപാടി. അല്ലാണ്ട് നീ എന്താ ചെയ്യാൻ പോകുന്നു? നിങ്ങൾ വിളിക്കുവേ ആരാ നിഷീനിയ? ഇന്ന് നിഷീന വിളിച്ചിട്ടൊന്നും വേണ്ട പിന്നെ ആ വിളിക്കാണ്ട് ചോദിക്കുന്നില്ല അപ്പൊ അടുത്തന്നെ അവിടെ വരും ഇന്നലെ ഇവിടെ ഡീസന്റ് ആയിരിക്കും. നമ്മള് 10-ാം തീയതി 20% ഓഫർ കിട്ടും വെസ്റ്റ് സൈഡില് കേട്ടാ. ഈ മാസം ഇവള് ഇന്ന് 10-ാം തീയതി വരെ ഡീസന്റ് ആയിരിക്കും. അതിനുശേഷം ഇവള് വെള്ളം പുറത്ത് ചാടേണ്ട വരും. അങ്ങനെ ഇന്ന് അതിപ്രധാനമായൊരു ദിവസം. ഇന്നാണ് പൊന്നുവിനെ നമ്മൾ ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എന്നിട്ട് വേണം അവളെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവളെ ഹോസ്റ്റലിൽ പോയി സെറ്റാക്കി കൊടുക്കാൻ. അപ്പോൾ അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇതാ ഇന്ന് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങളതാ പറയുന്നത്, ഇന്ന് ലഗേജൊക്കെ എടുത്ത് ഇറങ്ങാൻ നോക്കുമ്പോൾ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങളിവിടെ വന്ന ദിവസമെല്ലാം ഇതുതന്നെയാണ് അവസ്ഥ. ഞങ്ങൾ ആദ്യം റൂം ബുക്ക് ചെയ്ത റൂമിൽ ലിഫ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു പെട്ടി എടുത്തിട്ട് ഒരു ആക്കും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഈ റൂം കിട്ടിയത്. ഇവിടെ എത്തി നോക്കുമ്പോൾ ഇന്ന് നമുക്ക് ലഗേജൊക്കെ എടുത്ത് പുറത്തിറങ്ങേണ്ട ദിവസം വീണ്ടും ഇവിടെയും ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. നമ്മളെ കഷ്ടകാലമായിരിക്കും. അപ്പോൾ പിന്നെ പോയി ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരട്ടെ. അതിന് ശേഷം കാരണം നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ, പൊന്നുവിൻ്റെ ബർത്ത്ഡേ. ആ ദിവസം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അന്ന് നമ്മൾ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞ് വന്ന് പാക്കിംഗ് ഒക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിരുന്നല്ലോ. അപ്പോൾ ഞാൻ ലഗേജും എടുത്തിട്ട് നേരെ ഹോസ്റ്റലിലേക്ക്. അതിലിടക്ക് നമ്മൾ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നിടക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനും യാതൊരു മാറ്റമില്ല. ഇന്നും മസാല ദോശ തന്നെ. മസാല ദോശ കഴിക്കാനായിട്ട് ബാംഗ്ലൂർ പോയ അവസ്ഥയാണ്. ഭയങ്കര ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കാറുണ്ട്. വല്ലപ്പോഴും ഗീ റോസ്റ്റ് അല്ലെങ്കിൽ പൂരി ഭാജിയൊക്കെ. എനിക്ക് പക്ഷേ മസാല ദോശയിൽ മാത്രമാണ് കോൺസെൻട്രേഷൻ. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അത് മസാല ദോശ. അങ്ങനെ ഞങ്ങൾ പെട്ടിയും പട്ടക്കൊക്കെ എടുത്ത് സെറ്റായി. ഇനിയിപ്പം വണ്ടി വരണം, താഴെ ഇറങ്ങണം, നേരെ ഹോസ്റ്റലിലേക്ക്. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിലെത്തി, റൂമിൽ കയറി. ഇനി ഇവൾക്ക് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അവളെ റൂംമേറ്റ് എത്തിയില്ല ഇതുവരെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഞാൻ തന്നെ വേഗം എല്ലാം എടുത്ത് സെറ്റാക്കി കൊടുക്കാം. പെട്ടെന്ന് ഇതൊക്കെ അവിടെ വെച്ചിട്ട് അവളോട് തന്നെ സെറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല. അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. കബേർഡൊക്കെ ഷെയറിങ് ആണ്. ഒരു കബേർഡും ഓരോ കബേർഡ് രണ്ടാക്കും സെപ്പറേറ്റ് ഉണ്ട്. ഒരു കബേർഡ് രണ്ടാക്കും കൂടി ഷെയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറച്ച് സമയത്തെ പണി കൊണ്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് റൂമൊക്കെ അടിപൊളിയാക്കി. അവൾ ഹാപ്പിയാണ്. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം ആകുമ്പോഴേക്കും വിനോദനൊരു കസിനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇന്ന് നാട്ടിൽ പോകുന്നതാണ്. അപ്പോൾ അതിന് മുമ്പേ വന്നിട്ട് ഞങ്ങളൊന്ന് മീറ്റ് ചെയ്ത്. ഇവരാണ് ബാംഗ്ലൂരുള്ളത്. അപ്പോൾ പൊന്നുവിൻ്റെ ലോക്കൽ ഗാർഡിയൻസ് ഇവരാണ്. അപ്പോൾ അവരോടൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ കുറച്ച് ഹോസ്റ്റലിലേക്ക് വീണ്ടും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാങ്ങാൻ. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ലോണ്ടറി ബാഗ്, അതുപോലെ അല്ലറ ചില്ലറ സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുത്തു.
ഹോസ്റ്റൽ നോക്കാൻ പോയാലും തന്നെ അതിന് തന്നെ കണ്ടുപിടിച്ചത് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബാസ്കിൻ റോബിൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് ഹോസ്റ്റലിലൊക്കെ ആക്കി വരുന്നതല്ലേ, അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ച് പിരിയാൻ വിചാരിച്ചിട്ട് നേരെ നമ്മളെ ഷിഫ്റ്റിങ്ങും പരിപാടിയും റൂം സെറ്റാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഒന്ന് നേരെ ബാസ്കിൻ റോബിൻസിലേക്ക്. ഇനി അവർക്ക് പിന്നെ നൈറ്റ് ഡിന്നറൊക്കെ ഇന്ന് ഹോസ്റ്റലിൽ നിന്നാണല്ലോ. ഉച്ചക്കുഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചാൽ ഞങ്ങളെല്ലാം ഞാനും പൊന്നും ഇവരൊന്നും കഴിച്ചില്ല. അപ്പോൾ അങ്ങനെ ഓരോക്ക് വേണ്ടുന്ന ഫേവറേറ്റ് ഐസ്ക്രീമൊക്കെ സെലക്ട് ചെയ്ത് ഐസ്ക്രീം ആസ്വദിക്കുന്ന പരിപാടിയാണ് ഇനി. കാണിക്കലേ ഏതാ ടേസ്റ്റ്? ഞാൻ കഴിച്ചില്ല. മത്സരം എൻ്റെ ഇത് കൂയിക്കൊണ്ടുപോയി. ഏതാ ടേസ്റ്റ്? പങ്കൂരെ ഞാൻ നോക്കിയില്ല. ഇല്ല. പൈക്കിളിൻ്റെ അഭിനയം ഞാൻ പിടിക്കട്ടെ. ഇന്നത് 47 മിനിറ്റ് എനിക്ക് റെക്കോർഡ്. നീയല്ലേ ഇങ്ങനെ കിടന്ന് കരിയെന്നെല്ലാം പറഞ്ഞ. അപ്പോൾ ഇപ്പൊ തന്നെ നീ ഇങ്ങനെ ആക്ട് ചെയ്തോ നമ്മൾ പോകുന്ന പോലെ. എന്നാ പിന്നെ എന്നെ ഒറ്റക്കാക്കി പിന്നെ നീ നമ്മള് പിന്നെ ഞാൻ കാര്യമൊന്നുമില്ല. ദീദി ഇടുന്ന കാര്യമാണെന്ന് എനിക്ക് ഒരു പേടി. എന്നാ എൻ്റെ ഊബർ നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമ്മൾ പോട്ട്. ഓക്കെ ബൈ ബൈ. വണ്ടി വിസാരം. ഓക്കെ. അങ്ങനെ പൊന്നുനെ ഹോസ്റ്റലിലാക്കി ആ ദിവസവും കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ. അപ്പോൾ ഇന്നലെ പിന്നെ ഹോസ്റ്റലിൽ നിന്ന് വന്നതിന് ശേഷം എല്ലാവരും മൂഡ് ഓഫൊക്കെ ആയിരുന്നു. ആ വീഡിയോ ഒന്നും പിന്നെ ഞാൻ പിടിച്ചില്ല. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ പൊന്നുൻ്റെ ഹോസ്റ്റലിലേക്ക് പോകേണ്ട പരിപാടിയാണ്. അവളോട് റെഡിയായി നിന്നോന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പൈങ്കിളി ഇന്ന് മാറ്റിപ്പിടിച്ച് പൂരി ബാജി കയറിയിട്ടുണ്ട്. മീനുമായിട്ടും അത് തന്നെ ഓർഡർ ചെയ്തേ. ഞാൻ വീണ്ടും മസാല ദോശ തന്നെ. അപ്പോൾ നമുക്ക് വീണ്ടും എന്നാ പറയണ്ടേ, ഒന്ന് ഹോസ്റ്റലിൽ പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അതിന് ശേഷം പിന്നെ ഊബർ ബുക്ക് ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇന്നലെ വരെ പൊന്നുമായിരുന്നു ആ ഡ്യൂട്ടി ഏറ്റെടുത്തത്. ഇന്ന് പൈങ്കിളിക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി ടാക്സി ബുക്കിങ്ങും ഓട്ടോ ബുക്കിങ്ങും എല്ലാം പൈങ്കിളീൻ്റെ ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ നോക്കിയിട്ട് ബുക്ക് ചെയ്യുന്ന 2 മിനിറ്റേ ഉള്ളൂ, 3 മിനിറ്റ് എന്നുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അടുത്തായതുകൊണ്ട് ഓട്ടോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡിൽ അന്വേഷിച്ചു. അവരപ്പോൾ ഭയങ്കര പൈസയാണ് പറയുന്നത് അവിടുന്ന് അത്രയ്ക്ക്. അങ്ങനെ നമ്മൾ നടക്കാന്നുള്ള തീരുമാനത്തിൽ നടക്കുമ്പം ഒരു ഓട്ടോക്കാരൻ വന്നിട്ട് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ പൈസക്ക് അയാൾ ഓക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ആ ഓട്ടോ കയറിയിട്ട് നേരെ ഹോസ്റ്റലിലേക്ക്. നാളെ കണ്ടിട്ട് എനിക്കൊരു സന്തോഷമില്ല. എനിക്കത് നമ്മളെ കണ്ടിട്ടൊരു സന്തോഷമില്ല. അങ്ങനെ പൊന്നുവിന് ഹോസ്റ്റലിൽ നിന്ന് കൂട്ടി ഇന്ന് നമ്മൾ കറങ്ങാൻ പോകേണ്ട തീരുമാനത്തിലേക്ക്. ഇന്നത്തെ ലക്ഷ്യം നമുക്ക് എവിടെയാണ് പോകേണ്ടത് സത്യം പറഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചിലരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ് മടിവാള പോയാൽ മതി, അല്ലെങ്കിൽ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് എന്നാൽ പിന്നെ മടിവാള പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മടിവാളയിലേക്കാണ് ടാക്സി ബുക്ക് ചെയ്തത്. അങ്ങനെ ടാക്സി വന്നു. അങ്ങനെ നമ്മൾ മടിവാളയിലേക്കുള്ള യാത്രയാണ്. ഹോസ്റ്റലിൽ നിന്ന് ഏകദേശം ഒരു 45 മിനിറ്റോളം പോകാനുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് കറക്റ്റ് അത് ഓർമ്മയില്ല. എന്നാലും ഏകദേശം 40-45 മിനിറ്റോളം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ. പക്ഷെ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ മനസ്സിലായത് നമ്മൾ ഇവിടെ തന്നെയാണോ മടിവാള ഇത് തന്നെയാണോ എന്നറിയില്ല. നമുക്ക് വലിയ ഐഡിയ ഇല്ലല്ലോ. പിന്നെ പോകുന്ന വഴിക്ക് മെട്രോ, അമ്പലങ്ങൾ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടായിരുന്നു.
പിന്നെ കാരണം പറഞ്ഞ കേട്ടെടുക്കാൻ മടിവാള ഒരു അങ്ങനെയുള്ള കുറേ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ എത്തിയ സ്ഥലം എനിക്ക് അങ്ങനെയായിട്ട് തോന്നിയില്ല. ചിലപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും. നമ്മൾ പോയ ഭാഗത്ത് ചെറിയ ചെറിയ ഷോപ്പും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ടാക്സി ഡ്രൈവർ നമ്മളെ കൊണ്ട് ഇറക്കി തന്ന്. പക്ഷേ നമ്മൾ ഇതാണോ സ്ഥലം ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കറിയുന്നില്ല. നമ്മളൊന്ന് പോയി നോക്കാമെന്നുള്ള ഇതിൽ ഇറങ്ങിയതല്ലേ. നോക്കുമ്പോൾ നല്ല വെയിൽ, പിന്നെ പ്രതീക്ഷിച്ച പോലെ ഒരു ഏരിയ ഒന്നുമില്ല. നമ്മൾ വലിയ ഷോപ്പ് അങ്ങനെയൊക്കെ വിചാരിച്ചത്. നമ്മൾ സാധാരണ കാണുന്ന ടെക്സ്റ്റൈൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അങ്ങനെയുള്ള ഷോപ്പുകളൊന്നും ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. എല്ലാം ചെറിയ ചെറിയ ഷോപ്പുകളും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും അവിടെ നിന്ന് കിട്ടിയതൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ, കുറേ ഏരിയ നടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട റോഡിലൂടെയൊക്കെ നടന്നു. പിന്നെ ഇനി ഏതായാലും തീരുമാനിച്ചു നേരത്തെ പറഞ്ഞ കമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്നുള്ളത്. അങ്ങനെ വീണ്ടും ടാക്സി ബുക്ക് ചെയ്ത്, കാരണം ഈ കാണുന്ന ഷോപ്പിലൊക്കെ കയറുന്നുണ്ട്, നമുക്കൊരു സാധനം വേണം, അത് അന്വേഷിച്ച് നടപ്പാണ്, പക്ഷെ കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു സൈഡിൽ ഒരു തണൽ കിട്ടിയപ്പോൾ അവിടെ നിന്നിട്ട് അടുത്ത വണ്ടി ബുക്ക് ചെയ്യാം, മറ്റേ നേരെ കമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോകാം എന്നുള്ള പ്ലാനിലാണ്. ഇങ്ങനെ പിടിച്ച് ഒട്ടൊരു ചില്ലറയുണ്ട്. അന്നാണ് അതിനെ എന്തെങ്കിലും ആക്കിയിട്ട് കൊണ്ടുപോകുന്ന. അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ച് കമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോകേണ്ട പരിപാടിയാണ്. കുറച്ച് നല്ല ദൂരം പോകാനുണ്ട്, കാരണം നമ്മൾ അങ്ങേ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്കാറ്റം എത്തണം. ആദ്യം നമ്മൾ കോളേജിൽ നിന്ന് കമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ് പോകുന്നുണ്ടെങ്കിൽ വലിയ ദൂരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഹോസ്റ്റലിൽ നിന്ന് മടിവാളയല്ലേ പോയത്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് പിന്നെയും കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും ഇന്ന് ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചല്ലോ, ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. പക്ഷേ വെയിലിൽ നിന്ന് നല്ല ചൂടുള്ളത് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലായിരിക്കും, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഓരോ ഭാഗവും ഓരോ ഇതായിട്ടാണ് തോന്നുന്നത് കേട്ടോ. എല്ലാം ബാംഗ്ലൂർ എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് നമ്മൾ വന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് കണ്ടപ്പോൾ ആകെ എന്തോ ഒരു പോലെ തോന്നിയിരുന്നു. പക്ഷേ ഓരോ ദിവസം ഓരോ ഭാഗത്ത് പോകുമ്പം ആ ഭാഗമെല്ലാം ചില അതിൻ്റേതായ മാറ്റങ്ങളും ഭംഗിയും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പം പോകുന്ന ഭാഗയിൽ ഏകദേശം മിലിറ്ററി ഏരിയ പോലത്തെ ഭാഗമാണ്. അപ്പോൾ അതൊക്കെ നല്ല ക്ലീനും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏകദേശം എനിക്ക് തോന്നുന്നു കണ്ണൂർ നമ്മൾ SN പാർക്ക് ആ മിലിറ്ററി ഏരിയ പോകുന്ന പോലെയാണ് ഈ ഭാഗത്ത് പോകുമ്പം എൻ്റെ മനസ്സിൽ തോന്നിയത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് എന്താണ് ഉൾസൂർ റോഡിലേക്കുള്ള വഴിയോ അങ്ങനെ ഏതോ ട്രാഫിക്കിന് എത്തിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇതൊന്നും നമുക്കറിയുന്നില്ല കേട്ടോ. ഇനി ഈ വീഡിയോ കാണാൻ ആരെങ്കിലും ഉൾസൂർ റോഡിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോ. ആകെ എനിക്ക് തോന്നി ഈ യാത്രയിൽ ഈ ഒരു റോഡേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. പെട്ടെന്ന് സിഗ്നൽ വന്നപ്പോൾ ആ റോഡ് കണ്ടപ്പോൾ ഞാനതൊന്ന് ഫോക്കസ് ചെയ്തേ ഉള്ളൂ. ഇവിടെ നിന്നും എനിക്ക് കുറച്ചും കൂടി പോകാനുണ്ട് എന്നൊക്കെ പൊന്നു ഇങ്ങനെ മാപ്പ് ഇട്ടിട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട്. ഇനി അവിടെ നിന്ന് ഇത്ര മിനിറ്റ്, അവിടെ നിന്ന് ഇത്ര മിനിറ്റ് എന്നൊക്കെ ഉള്ളത്. നമുക്കത്ര ഉണ്ടായില്ലല്ലോ. ഇത് ഇവര് ഇവിടെ സ്റ്റുഡിയോന്റെ അങ്ങോട്ടേക്കല്ലേ കാണിക്കുന്നത്? സ്റ്റുഡിയോ ഇനി പോകാൻ കുറച്ച് നടക്കാൻ ഒരു മിനിറ്റാ. കമേഴ്ഷ്യൽ സ്ട്രീറ്റിന്റെ ഉള്ളിലേക്കാ അതുവഴിയാണ് ബോർഡ്. കമേഴ്ഷ്യൽ സ്ട്രീറ്റ്. ചെരുപ്പില്ല ആടെ അങ്ങോട്ടേക്ക് അത് നോക്കി നടക്കാൻ. അങ്ങോട്ടാണ് കമേഴ്ഷ്യൽ സ്ട്രീറ്റ്, അങ്ങോട്ടേക്ക്. എന്നാ ചോദിക്കുന്നത് ഒന്നും കൊണ്ടില്ല. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ചു കുറേ ഷോപ്പുകളും കുറേ എന്താ പറയണ്ടേ ഷോപ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലമെല്ലാം. പിന്നെ ഇവിടെ ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ കുറേ ബ്രാൻഡഡ് സാധനങ്ങളും ബ്രാൻഡഡ് ഷോപ്പും അതുപോലെ തന്നെ ജ്വല്ലറീസും അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല നമുക്ക് കയറി നോക്കാനും കാണാനൊക്കെയുള്ള നല്ല സ്ഥലങ്ങൾ. പക്ഷേ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നമ്മളെത്തിയത് ട്രെൻഡ്സിലാണ്. സ്റ്റുഡിയോ ഒഴിവാക്കി പക്ഷേ ട്രെൻഡ്സിലാണ് കയറിയത്. അപ്പോൾ അവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി അങ്ങനെ ട്രെൻഡ്സിൽ നിന്ന് ഇറങ്ങി ഇനി എങ്ങോട്ട് എന്നുള്ളത്
അപ്പോൾ ഇനി ഏകദേശം മസാല ദോശയും പൂരിയൊക്കെ ദഹിച്ചു. ഇനിയിപ്പം പൊന്നും ഹോസ്റ്റലിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇനി ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ട് ഓരോന്ന് നോക്കി നടക്കലാണ്. നല്ല ഷോപ്പ് എവിടെയാണ് ഉള്ളത്, ഷോപ്പല്ല മീൻസ് റെസ്റ്റോറൻറ്റ്, നല്ല റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് എന്താണ് ഏതാണ് എന്നുള്ളതിന് റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് അടിച്ചതിന് ശേഷം ബാക്കി പരിപാടി എന്നുള്ളത്. പക്ഷേ നമ്മളിവിടെ നോക്കിയിട്ടൊന്നും ഒരു നല്ല റെസ്റ്റോറൻറ്റൊന്നും കണ്ടില്ല. കുറച്ച് നേരമൊക്കെ തപ്പി നോക്കി. അപ്പോൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു കമ്മത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, വെജിറ്റേറിയൻ. പക്ഷേ ഇപ്പം ഇന്നലെയൊക്കെ പോയി ഹോസ്റ്റലിൽ നിന്ന് വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുന്നത്. ഇനിയിപ്പോൾ നാളെയും അത് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ വേണ്ട, ഏതായാലും നോണുള്ളത് തന്നെ നോക്കാമെന്നും പറഞ്ഞിട്ട് കുറേ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. ഇങ്ങോട്ട് നോക്കിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആടെ ആരോടോ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞൊരു താജ് ഹോട്ടലുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ താജ് എന്നൊക്കെ കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ല ഹോട്ടലായിരിക്കും. എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോയി നോക്കാം. അപ്പോൾ ആ താജിലെത്തേണ്ടിക്ക് തന്നെ ഇനിയും നടക്കാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ഷീണം പിടിച്ച്, പൊന്നു നല്ലപോലെ ക്ഷീണം പിടിച്ച്. എന്നിട്ട് അപ്പോൾ നമ്മൾ വന്ന ഏരിയ തന്നെയാണ്. പക്ഷേ നേരത്തെ അത് കുറച്ച് നല്ല എന്താ പറയണ്ടേ ബ്രാൻഡഡ് സാധനമൊക്കെ കിട്ടുന്നത്. അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റാണ് ഇപ്പുറത്തുമ്പം കണ്ടത്. നമ്മളൊരു ഫുട്പാത്തിലൂടെയൊക്കെ പോകുമ്പം ഉള്ള പോലെ അത്രയും നല്ല തിരക്കും ഉണ്ടായിരുന്നു. നമ്മൾ സൺഡേ ആയതുകൊണ്ടാണോന്ന് അറിയുന്നില്ല. ഉച്ച സമയമെല്ലാം കൂടിയിട്ട് നമ്മൾ എന്താ പറയണ്ടേ മാർക്കറ്റിൽ അങ്ങനെ നടക്കുവാണ്. ഇപ്പോഴത്തെ ലക്ഷ്യം അപ്പുറം ഇപ്പുറം ഉള്ളതൊന്നും ഒരുപാടിനും പൈങ്കിളി നോക്കുന്നില്ല. എൻ്റെ കണ്ണടക്കൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ പോകുന്നുണ്ട്. പക്ഷേ മെയിനായ ലക്ഷ്യം താജ് എവിടെയാണ്, താജ് നോക്കി നടക്കലാണ്. ചിക്കൻ ബിരിയാണി. നിങ്ങൾ കേട്ടില്ലേനോ അയാൾ നിങ്ങളെ ദുൽഖർ സൽമാൻ വിളിക്കുന്നത്? അയാൾക്ക് ദുൽഖറിനെ അറിയില്ലേ? സമ്പത്തെപ്പോൾ മമ്മൂട്ടി എന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് വീട്ടിൽ നമുക്ക് മമ്മൂട്ടിൻ്റെ മോൻ്റെ പേരെല്ലാം വിളിച്ചാലടി ശരിയാവും. പിന്നെ നമ്മളായിട്ട് ആരെങ്കിലും പറഞ്ഞ പോലെ അയാൾക്ക് കണ്ണു ഓട്ടണമെന്ന് ചോദിക്കും. ഇനിയിപ്പം കണ്ണു ഓട്ടണമെന്നല്ലേ? ഇനി പോകുമ്പോൾ അയാളെ മുമ്പിലൂടെ വലിയ ജ്യൂസ് പോയി. അങ്ങനെ കാത്തിരുന്ന് ബിരിയാണി എത്തി വിശന്ന് വലഞ്ഞവരുടെ മുന്നിൽ. പക്ഷേ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. പൊതുവെ വിശന്നാൽ നമുക്ക് ഫുഡ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് വേണ്ടേ, അത്രയും ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വിശപ്പിന് കുഴപ്പമില്ല. നമ്മുടെ കേരള സ്റ്റൈൽ ബിരിയാണിയോ തലശ്ശേരി ബിരിയാണി ഒന്നുമല്ല, ഒരു ബിരിയാണി. മൂടിക്കെട്ടിയ കാലാവസ്ഥ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സിൽസില ഗാർമെൻറ്റ്സ്. ഇത്ര സമയം ഒരു ഗാർമെൻറ്റ്സിൻ്റെ ഷോപ്പ് നോക്കിയിട്ട് കാണുന്നുണ്ടായില്ല. ഇപ്പം നോക്കുമ്പോൾ എത്രയാണ് ഓട്ടോ യാത്ര. ബാംഗ്ലൂർ ഓട്ടോയിലുള്ള. അങ്ങനെ നമ്മൾ പൊന്നൂനെ ഹോസ്റ്റലിലാക്കി തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നാളെ പൊന്നൂൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഓറിയൻറ്റേഷൻ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ നേരെ കോളേജിലേക്ക് പോകണം. ഇനി അതിൻ്റെ പരിപാടിയാണ്, ബാക്കി നാളെ. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിനെത്തി. പക്ഷേ പൊന്നൂനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പൊന്നു ഹോസ്റ്റലിൽ നേരെ കോളേജിലേക്കാണ് വന്നത്. അപ്പോൾ അവർക്ക് വേറെ ഓഡിറ്റോറിയം, ഞങ്ങൾക്ക് വേറെ ഇതായിരുന്നു. സെയിം ഓഡിറ്റോറിയം തന്നെ, പക്ഷേ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ആയിട്ട്. അപ്പോൾ തമ്മിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ താഴെ ഇരിക്കുന്നുണ്ട്, നമ്മൾ മുകളിൽ. അങ്ങനെ നല്ല പ്രോഗ്രാമായിരുന്നു. ഡാൻസും കാര്യങ്ങളും അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു ഇനോഗ്രേഷൻ പരിപാടിയായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 2 മണിക്കൂറോളം ഉണ്ടായിരുന്നു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്കും കുട്ടികളൊക്കെ അവരവരുടെ ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുമാണ്. അപ്പോൾ പിന്നെ അവളെ കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ അടുത്ത ലക്ഷ്യം എന്തെങ്കിലും ബാംഗ്ലൂർ സ്വീറ്റ്സ് വാങ്ങുക എന്നുള്ളതാണ്. കാരണം നാളെ നമുക്ക് റിട്ടേൺ ഫ്ലൈറ്റാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ പിന്നെ അതിനെ നമുക്കും കുറച്ച് വാങ്ങിക്കണം. അങ്ങനെയുള്ളതിന് ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു അടുത്ത് എവിടെയാണ് ഉള്ളത് എന്നൊക്കെ. അപ്പോൾ ആനന്ദ് സ്വീറ്റ്സ് എന്നും പറഞ്ഞിട്ട് ഒരു സ്വീറ്റ് ഷോപ്പ് ഉണ്ട് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ കുറച്ചടുത്ത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ സ്വീറ്റ് ഷോപ്പിലെത്തിയപ്പോൾ പിന്നെ ഏത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനാണ്. അത്രക്ക് മാത്രം സ്വീറ്റ്സ് ഉണ്ട് ഇവിടെ.
എനിക്കൊന്ന് നമ്മളെ കേരളത്തിലെ പൊതുവെ എനിക്കറിയുന്നില്ല, പക്ഷേ കണ്ണൂരിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് പൈസ കുറവായിട്ടാണ് തോന്നിയത്. ഇനി എൻ്റെ തോന്നൽ മാത്രമാണോ എന്ന് അറിയുന്നില്ല. നാട്ടിനും അതേ അഭിപ്രായമായിട്ടാണ് തോന്നിയത്. പൊതുവെ കണ്ണൂരിലത്ര പ്രൈസ് ഇവിടെ കാണിക്കുന്നില്ല എന്നുള്ളത്. കണ്ണൂരാണ് ഇതിലും കൂടുതൽ വില എന്ന് തോന്നുന്നത്. എന്തായാലും അപ്പോൾ കൂടുതലൊന്നും വേണ്ട, കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ ഗിഫ്റ്റ് ബോക്സ് പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ബോക്സ് എടുത്തു. പിന്നെ പൈങ്കിളിക്കൊന്നും എല്ലാം ഇതൊന്നും പറ്റില്ല, അപ്പോൾ വേണ്ടുന്ന മാത്രം സെലക്ട് ചെയ്തു. പൊന്നൂനും അങ്ങനെ ഇഷ്ടമുള്ള കുറച്ച് സ്വീറ്റ്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ വീണ്ടും പാക്കിംഗ് പരിപാടി തുടങ്ങി. കാരണം നാളെ ഉച്ചക്ക് ഫ്ലൈറ്റ് ടൈം. അപ്പോൾ രാവിലെ തന്നെ ഇവിടുന്ന് ഇറങ്ങണം. കാരണം എയർപോർട്ടിൽ നിന്ന് ഏകദേശം 1.5 hour ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലിടക്ക് വേഗം രാത്രി തന്നെ പാക്കിങ്ങും പരിപാടിയൊക്കെ ചെയ്ത് വെച്ചാൽ രാവിലെ തന്നെ പോയി പൊന്നൂനൊന്ന് ഹോസ്റ്റലിൽ നിന്ന് കാണുക. എന്നിട്ട് അവൾ കോളേജിൽ പോവും. അവിടെ നിന്ന് നേരെ നമ്മൾ എയർപോർട്ടിലേക്ക്. അങ്ങനെയാണ് പ്ലാന്. അപ്പോൾ അങ്ങനത്തെ വീഡിയോ ഒന്നും ഞാൻ പിടിക്കുന്നില്ല. കാരണം എല്ലാവരും മൂഡ് ഓഫായി തുടങ്ങി. പൈങ്കിളിയൊക്കെ മൂഡ് ഓഫില്ലാന്ന് എല്ലാവരും. ഇപ്പോൾ നമ്മൾ തിരിച്ചു വന്ന പൊന്നൂനെ അവിടെ ആക്കി വരുന്നതിൻ്റെ ഒക്കെ ഉള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങനത്തെ അതൊന്നും വീഡിയോ പിടിക്കേണ്ട ഒരു മൂഡുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇനി പാക്കിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കിടക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് പൊന്നൂനെ കാണാൻ പോവുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പൊന്നു കോളേജിലും പോയി ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലേക്കും. അപ്പോൾ ഒരു നല്ല ഡ്രൈവറെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എയർപോർട്ട് ടാക്സി നമ്മൾ ബാംഗ്ലൂരേക്ക് പോകുന്ന ടൈം അവരെ തന്നെ തിരിച്ചു പോകുമ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ബാംഗ്ലൂർ വിശേഷം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വലിയ വീഡിയോ ആണ്. അപ്പോൾ ഇത്രയും അവസാനം വരെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളെല്ലാം ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ ഓക്കെ, ബായ്.